സിമ്പിളായിട്ട് നമുക്ക് വെറും ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള പൈസയും കൊടുക്കാതെ ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. വീഡിയോയിലോട്ട് പോകുമ്പോൾ നമ്മൾ ചാനൽ ഏതൊരു സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ശേഷം തൊട്ടടുത്താണ് ആ ബെല്ലൈക്കൺ ഇങ്ങനെ വിളിച്ച് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്. വീഡിയോയിലോട്ട് പോകും. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കയറി ഡൗൺലോഡ് ചെയ്താൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പിക്സാർട്ട് എന്ന് സെർച്ച് ചെയ്ത് കയറി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഒരു ആപ്ലിക്കേഷൻ്റെ പേര് പിക്സാർട്ട് എന്നാണ്. ഇത്രയും വളരെ എളുപ്പത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതേപോലെ ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു 2 ദിവസം മുമ്പ് ഞാൻ എഡിറ്റ് ചെയ്തൊരു ഫോട്ടോ ആണ്. ഇതേപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിന് കാണും. അതിൽ നമ്മൾ ഈ സെൻറ്ററിലുള്ള പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്ത ഫോട്ടോ നോക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോയിൽ കൊടുത്തതിന് ശേഷം നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന എല്ലാ ഫോട്ടോയും ഇത് കാണുന്നതായിരിക്കും. അതിൽ നമുക്ക് ഏത് ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യം എനിക്ക് ആവശ്യമുള്ളൊരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു ചെറുതായിട്ടൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള ഞാൻ ഈ ഒരു ഫോട്ടോ ആണ് ഇടയ്ക്ക് എഡിറ്റ് ചെയ്ത് ഞാൻ നേരത്തെ കാണിച്ചു. അപ്പോൾ ഇതിൽ ഞാൻ എഡിറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ നമുക്ക് ഈ പേഴ്സൺ എന്നെ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇവിടെ കട്ടൗട്ട് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സെലക്ട് എന്ന് കൊടുത്തിട്ട് ഇവിടെ പേഴ്സൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് ബ്ലറാക്കി സേവ് ആയി കിട്ടും. അതിനൊന്ന് സേവ് ചെയ്ത് കൊടുക്കുക. അത് സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും. അതിനുശേഷം നമ്മുടെ ഇവിടെ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മൊബൈൽ ഡാറ്റ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഞാൻ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് റീറ്റിൽ കൊടുത്തതിന് ശേഷം മുകളിൽ സെർച്ച് ബാറിൽ പോയിട്ട് സി എന്ന് ടൈപ്പ് ചെയ്യാം. നമുക്കിവിടെ എന്താണോ വേണ്ടത് അതെല്ലാം നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ഞാൻ ഇവിടെ സി എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഇപ്പോൾ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ സെലക്ട് ചെയ്യുന്ന വേറൊരു സംഭവമായിരുന്നു. ഇപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസിന് കാണും. അത് നമ്മളിങ്ങനെ സൂം ചെയ്ത് കൊടുത്താൽ മതി. സൂം ചെയ്ത് കറക്റ്റ് നമ്മൾ ആ ലെവലിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഈ പ്ലസ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇങ്ങനെ ഓവർലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ നമുക്ക് അതിന് പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഫോട്ടോ തന്നെ ഒന്നുകൂടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് ഫോട്ടോ ആണ് വേണ്ട ആ ഫോട്ടോ തന്നെ ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളതിൻ്റെ കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് എറേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫോട്ടോ കറക്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ എൻ്റെ ഫോട്ടോ ഞാൻ എറേസ് ചെയ്തിട്ടില്ല. എറേസ് ചെയ്ത ഫോട്ടോ ഞാൻ വീണ്ടും ഡിലീറ്റ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ വേറൊരു ഫോട്ടോ സെലക്ട് ചെയ്താണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഇതിനെ ഞാൻ ഇപ്പം ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒന്ന് കട്ടൗട്ട് കൊടുത്ത് ചെയ്യാൻ പോവുകയാണ്. കണ്ട് ഇതേപോലെ തന്നെ നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ചെറിയ മിസ്സിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. അത് നമ്മളൊന്ന് ജസ്റ്റ് ഈ എറേസ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത്ര ഒന്ന് എറേസ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഉണ്ടെങ്കിലേക്ക് എറേസ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഷാഡോയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്കിത് ഫോട്ടോ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഈ ബ്ലെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണുമല്ലോ, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡാർക്ക് എന്നൊക്കെ കണ്ട് ഇതേപോലെയൊക്കെ നമുക്ക് ആക്കാൻ പറ്റും. നമ്മുടെ ആ ഫോട്ടോ ലൈറ്റ് ഡാർക്ക് ആഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മുകളിലത്തെ ടിക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോട്ടോ സേവ് ആവുന്നതായിരിക്കും. ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമുക്കിങ്ങനെ ആഡ് ചെയ്യാനും എല്ലാത്തിനുള്ള ചെറിയൊരു ടെക്നിക്ക്. ഇത് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. ഇതിനെ ചെറിയായിട്ട് ഇതെങ്ങനെയൊക്കെ ആഡ് ചെയ്യാം എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലാതെ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും ഞാൻ ഇതിൽ പറഞ്ഞു തന്നിട്ടില്ല. ചെറുതായിട്ടുള്ള ഓപ്ഷനാണ്. ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് കുറച്ച് പണിയുണ്ട്. ഇവിടെ അഡ്ജസ്റ്റ് എറേസ് എന്നുള്ള ഓപ്ഷൻ എല്ലാം ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്കിതൊക്കെ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് കിട്ടുന്നത്. ഈ അഡ്ജസ്റ്റ് എന്നൊരു ഓപ്ഷനിൽ തന്നെ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എഡിറ്റ് ചെയ്ത് കിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഇപ്പോൾ ചെറിയൊരു ഇതെങ്ങനെയൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളത് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇതിനുള്ള എങ്ങനെയൊക്കെയുള്ള വീഡിയോ ആണെങ്കിൽ വേണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്തു തരാം. എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാം എന്നുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ശേഷം തൊട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. തികച്ചും ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് പറ്റുന്നത്. അല്ലാതെ ഇവിടെ പൈസയും കാര്യം ഇവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. തികച്ചും ഫ്രീ ആണ്. അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.